ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു ആർക്കനെക്സ്. നിങ്ങൾക്കറിയാം 2025 നീറ്റ് എക്സാമിനേഷൻ്റെ പേപ്പർ നീറ്റ് എക്സാമിനേഷനുകളുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ടഫസ്റ്റ് പേപ്പറുകളിലൊന്നായിരുന്നു അല്ലേ? അതിൽ തന്നെ ഫിസിക്സിൻ്റെ ക്വസ്റ്റ്യൻസ് ഏകദേശം ഒരു 10 ക്വസ്റ്റ്യൻസോളം വളരെ ഹാർഡായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഏറ്റവും ടഫസ്റ്റ് ആയി ചോദിച്ച ക്വസ്റ്റ്യൻ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സിലെ സർഫസ് ടെൻഷനെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് ഈ സെഷനിൽ ആ ക്വസ്റ്റ്യൻ ഡിഫറെൻറ്റ് അപ്രോച്ചസിലൂടെ ചെയ്യാൻ ശ്രമിക്കുകയാണ് കേട്ടോ. നമുക്ക് ചെയ്ത് നോക്കാം. പക്ഷെ ഒരു കാര്യം ഓർക്കണം, ഇതൊരു JEE സിലബസിനെ ബേസ് ചെയ്തുള്ള ഒരു ക്വസ്റ്റൻ ആണ്. സാധാരണ നീറ്റ് എക്സാമിനേഷനുകളിൽ കാണേണ്ട ഒരു ക്വസ്റ്റൻ അല്ല. എന്നാലും നമുക്ക് ഈ ക്വസ്റ്റൻ ഒന്ന് ട്രൈ നോക്കാം. കൺസിഡർ എ വാട്ടർ ടാങ്ക് ഷോൺ ഇൻ ദ ഫിഗർ. ഇറ്റ് ഹാസ് വൺ വാൾ അറ്റ് x is equal to L. ഒരു വാൾ നിൽക്കുന്നത് x is equal to L ലാണ്. ആൻഡ് ക്യാൻ ബി ടേക്കൺ ടു ബി എ വെരി വൈഡ് ഇൻ ദ Z ഡിറക്ഷൻ. അപ്പോൾ ഇത് വെരി വൈഡ് ഇൻ Z ഡിറക്ഷൻ ആണ്. Z ഡിറക്ഷനിൽ വൈഡ് ആണ്, കടൽ പോലെ കിടക്കാണ് കേട്ടോ. Z ഡയറക്ഷൻ ഏതാ? ഈ കാണുന്നത് X ഡയറക്ഷൻ എന്ന് അവർ പറയുന്നുണ്ട്, ഈ കാണുന്നത് Y ഡയറക്ഷൻ എന്ന് പറയുന്നുണ്ട്. ഇപ്പൊ Z ഡയറക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ നേരെയാണ്, അതായത് പേപ്പറിൽ നിന്ന് പുറത്തേക്ക്. ആ ഡയറക്ഷനിൽ വെരി വൈഡ് ആണ്, അല്ലെങ്കിൽ ഫ്ലാറ്റ് ആണ് ആ സർഫസ്. വെൻ ഫിൽഡ് വിത്ത് ലിക്വിഡ് ഓഫ് സർഫസ് ടെൻഷൻ S ആൻഡ് ഡെൻസിറ്റി ρ, ദ ലിക്വിഡ് സർഫസ് മേക്സ് ആൻ ആംഗിൾ θ0 ആംഗിൾ ഉണ്ടാക്കുന്നു വിത്ത് X ആക്സിസ് at x is equal to L. If Y is the height of the surface, then the equation for Y ആണ് ക്വസ്റ്റ്യൻ. അവർ പറയുന്ന ഒരു കാര്യമുണ്ട് ഇവിടെ, ടേക്ക് തീറ്റ ടു ബി വെരി സ്മോൾ. തീറ്റ വളരെ 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 ചെറുതാണ്. അങ്ങനെയാവുമ്പോൾ സൈൻ തീറ്റയും വളരെ ചെറുതായിരിക്കും അല്ലേ? സൈൻ തീറ്റ ഈക്വൽ ടു സൈൻ തീറ്റ നമുക്ക് എഴുതാം. സൈൻ തീറ്റ എന്ന് എഴുതാം, അല്ലെങ്കിൽ ടാൻ തീറ്റ എന്ന് എഴുതാം. ടാൻ തീറ്റയെ നമ്മൾ വിളിക്കുന്ന പേര് സ്ലോപ്പ് എന്നാണ്, അല്ലെങ്കിൽ dy/dx എന്നാണ്. ഈ ഒരു കണ്ടീഷൻ അവർ തന്നിട്ടുണ്ട് കേട്ടോ. തീറ്റ വെരി വെരി സ്മോൾ ആയതുകൊണ്ട് തീറ്റയെ നമുക്ക് സൈൻ തീറ്റ എന്ന് എഴുതാം, അല്ലെങ്കിൽ തീറ്റയെ നമുക്ക് ടാൻ തീറ്റ എന്നും എഴുതാം. ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ സ്ലോപ്പ് ആണ്, ആ പോയിന്റിലെ സ്ലോപ്പിനെ നമ്മൾ വിളിക്കുക dy/dx. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഫിഗർ ഞാൻ ഇവിടെ ഇല്ലസ്ട്രേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് ആ കാണുന്ന സർഫസ്. അതിന്റെ മെനിസ്കസ് നോക്കൂ, ഇതാണ് ആ കാണുന്ന സർഫസ്. കണ്ടോ? X ഡയറക്ഷൻ ഇങ്ങനെ കാണിച്ചിരിക്കുന്നു, ഇത് Y ആക്സിസ്, Z ആക്സിസ് ഈ കാണുന്നതാണ് അല്ലേ? ഇതിലാദ്യം ഞാൻ ഏതെങ്കിലും ഒരു പോയിന്റിന്റെ റേഡിയസ് ഓഫ് കർവേച്ചർ എടുക്കാം. റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറഞ്ഞാൽ എന്താ? ഈ സർഫസിനെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തൊരു സർക്കിൾ ആക്കിയാൽ സർക്കിളിന്റെ റേഡിയസിനെയാണ് നമ്മൾ റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറയാം. അപ്പോൾ റേഡിയസ് ഓഫ് കർവേച്ചറിന്റെ ഇക്വേഷൻ കാണുന്നത് R is equal to 1 plus dy/dx the whole square the whole raised to 3/2 divided by d square y/dx square. Okay, ഇത് റേഡിയസ് ഓഫ് കർവേച്ചറിന്റെ ഇക്വേഷൻ ആണ് കേട്ടോ. റേഡിയസ് ഓഫ് കർവേച്ചറിന്റെ ഇക്വേഷൻ R is equal to 1 plus dy/dx the whole square the whole raised to 3/2 by d square y/dx square. ഇപ്പോൾ ക്വസ്റ്റനിൽ പറയുന്നത് തീറ്റ വെരി സ്മോൾ ആണ്, തീറ്റ ഈസ് വെരി വെരി സ്മോൾ ആണ്, സൈൻ തീറ്റ സ്മോൾ ആണ്, ടാൻ തീറ്റ സ്മോൾ ആണ്, dy/dx വെരി വെരി സ്മോൾ ആണ്. അപ്പോൾ നമുക്കത് ഇവിടെ ഉപയോഗിക്കാം. dy/dx ഈസ് ഓൾമോസ്റ്റ് ഈക്വൽ ടു 0. dy/dx വളരെ 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 ചെറിയ വാല്യൂ ആണ് അല്ലേ? തീറ്റ വാല്യൂ വളരെ ചെറുതായതുകൊണ്ട് dy/dx വളരെ ചെറുതാണ്. നമുക്ക് അതിനെ 0 ആയിട്ട് അപ്രോക്സിമേറ്റ് ചെയ്യാം. എന്ന് പറഞ്ഞ് d square y/dx square 0 ആവോ? ഇല്ല, നിർബന്ധമില്ല കേട്ടോ. ഞാൻ എക്സാമ്പിൾ പറയാം. y is equal to x square എന്നുള്ളൊരു ഫംഗ്ഷൻ എടുക്കാം. ഞാൻ dy/dx എടുക്കാം. dy/dx ഇവിടെ 2x ആണ്. ഇവിടെ ഈ കാണുന്ന x വെരി സ്മോൾ ആണെങ്കിൽ നമുക്ക് dy/dxനെ ഓൾമോസ്റ്റ് 0 ആയിട്ട് എടുക്കാം. നേരെ മറിച്ച് d square y/dx square എടുത്ത് നോക്കൂ. d square y/dx square എന്ന് പറയുന്നത് 2 ആണ്. എക്സിന്റെ ഡെറിവേറ്റീവ് 1 അല്ലേ? അപ്പൊ അതിനൊരു ഫൈനൈറ്റ് വാല്യൂ ഉണ്ടല്ലോ. അപ്പോൾ dy/dx 0 ആയി എന്ന് പറഞ്ഞ് d square y/dx square 0 ആവണം എന്നില്ല കേട്ടോ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു R is equal to 1 പ്ലസ് ഈ കാണുന്നത് ഒരു വലിയ 0 ആണ്. dy/dx 0 എന്ന് ഞാൻ ഇവിടെ പറഞ്ഞു. അപ്പോൾ 0 സ്ക്വയർ 0 ആണ് അല്ലേ? അപ്പോൾ 1 പ്ലസ് 0 the whole raised to 3/2 by d square y/dx square. Cross multiply ചെയ്താൽ d square y/dx square is equal to d square y/dx square ഇങ്ങോട്ട് പോവും, r താഴേക്കും വരും. d square y/dx square is equal to 1/r എന്ന് വരും. ഇതാണ് ഇക്വേഷൻ നമ്പർ 1. ഇനി രണ്ടാമത്തെ കാര്യം, ഞാനിവിടെ എക്സസ് പ്രഷറിന്റെ ഇക്വേഷൻ എഴുതാം കേട്ടോ. ഡെൽറ്റ പി is equal to s into 1/r1 plus 1/r2. ഓക്കെ, എന്താണ് എക്സസ് പ്രഷർ ഇവിടെ വരുന്നത്? ഈ കാണുന്ന ലെവലിൽ നിന്നും ഈ കാണുന്ന ലെവലിലേക്ക് എത്തുമ്പോൾ ഒരു എക്സസ് പ്രഷർ ഉണ്ട് അല്ലേ? ഒരു പ്രഷർ ഡിഫറൻസ് ഉണ്ട്.
ആ പ്രഷർ ഡിഫറൻസ് കാരണമാണ് ഇതിനൊരു കർവേച്ചർ കിട്ടുന്നത്. ശരിയാണോ? അപ്പോൾ ആ പ്രഷർ ഡിഫറൻസ് നമ്മൾ ഡെൽറ്റ പി എന്നാ വിളിക്കുക, അല്ലെങ്കിൽ എക്സസ് പ്രഷർ എന്ന് പറയും. സർഫസ് ടെൻഷൻ ഇൻറ്റു 1/r1 + 1/r2. ഇവിടെ എന്താ രണ്ട് റേഡിയസ് ഓഫ് കർവേച്ചറുകൾ വരുന്നത്. ദാ രണ്ട് പ്ലെയിനിലാണ് ആ റേഡിയസ് ഓഫ് കർവേച്ചർ വരുന്നത്. ഒന്ന് ദാ ഈ റേഡിയസ് ഓഫ് കർവേച്ചർ കണ്ടോ, ഈ കാണുന്ന റേഡിയസ് ഓഫ് കർവേച്ചർ. ഇവിടെ ഇതിനെ ബേസ് ചെയ്തിട്ട് റേഡിയസ് ഓഫ് കർവേച്ചർ എഴുതാം r1, അല്ലെങ്കിൽ അതിന് r എന്ന് എഴുതാം. രണ്ട് ദാ ഈ സർഫസിൽ നമുക്ക് റേഡിയസ് ഓഫ് കർവേച്ചർ എഴുതാം. പക്ഷേ z ആക്സിസിൽ ഇത് പ്ലെയിൻ ആണ് അല്ലേ. പ്ലെയിൻ സർഫസിന് റേഡിയസ് ഓഫ് കർവേച്ചർ എത്രയാ? ഇൻഫിനിറ്റി ആണ് അല്ലേ. അപ്പോൾ ഒന്നുകൂടി ശ്രദ്ധിക്കണേ, ഈ കാണുന്ന ഒരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ റേഡിയസ് ഓഫ് കർവേച്ചർ ഈ പ്ലെയിനിലും വരയ്ക്കാം, ദാ സെഡിന്റെ പ്ലെയിനിലും വരയ്ക്കാം. പക്ഷെ സെഡിന്റെ പ്ലെയിനിൽ അത് ഫ്ലാറ്റ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഇവിടെ പറഞ്ഞിരുന്നു ബി വെരി വൈഡ് ഇൻ z ഡിറക്ഷൻ. അപ്പൊ z ഡിറക്ഷനിൽ അത് ഫ്ലാറ്റ് ആയതുകൊണ്ട് ഇൻഫിനിറ്റി ആണ് റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരാളെ നമുക്ക് ഇൻഫിനിറ്റി എന്ന് എടുക്കാം. s ഇൻറ്റു 1/∞ പ്ലസ് 1/ രണ്ടാമത്തെ ആൾ r എന്ന് എടുക്കാം അല്ലേ. അപ്പോൾ ഈ പ്ലെയിനിലെ റേഡിയസ് ഓഫ് കർവേച്ചർ r എന്ന് എടുത്തു, സെഡിന്റെ ഡയറക്ഷനിൽ ഇൻഫിനിറ്റി എന്ന് എടുത്തു കേട്ടോ. അങ്ങനെയാണെങ്കിൽ എന്താ വരിക? ദാറ്റ് ഈസ് ഈക്വൽ ടു s ഇൻറ്റു 1/∞ 0 വരും, ബാക്കി 1/r. അപ്പോൾ ഡെൽറ്റ പി സി ഈക്വൽ ടു s ഇൻറ്റു 1/r എന്ന് വരും. ഇവിടെ 1/r പകരം നമുക്ക് d²y/dx² സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അല്ലേ. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു s ഇൻറ്റു d²y/dx² എന്ന് കിട്ടും. ലെഫ്റ്റ് സൈഡിൽ ഡെൽറ്റ പി നമ്മൾ എങ്ങനെ എഴുതുക? റോ ജി വൈ. ഡെൽറ്റ പി എന്ന് പറയുന്നത് പ്രഷർ ഡിഫറൻസ് ആണ്, അതിനെ റോ ജി എച്ച് എന്ന് എടുക്കാം. ഇവിടെ എച്ച് എന്ന് പറയുന്നത് y ഡയറക്ഷൻ ആണ്, അതുകൊണ്ട് ഞാൻ y എന്ന് പേര് കൊടുക്കുന്നു, റോ ജി വൈ. സോ റോ ജി വൈ is equal to s ഇൻറ്റു d²y/dx² എന്ന് കിട്ടും. ഓപ്ഷൻസ് ചെക്ക് ചെയ്താൽ d²y/dx², നമുക്ക് നോക്കാം, d²y/dx² is equal to റോ ജി വൈ ബൈ എസ്. ഇങ്ങനെ വരുന്ന ഓപ്ഷൻ ഏതാ? d²y/dx² is equal to റോ ജി വൈ ബൈ എസ്. ഓപ്ഷൻ 2 ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പൊ ഇതാണ് നോർമൽ ആയിട്ട് ഇത് ചെയ്യുന്ന മെത്തേഡ്. ഓക്കെ, അതല്ലെങ്കിൽ ദാ ഈ ഇക്വേഷൻ നിങ്ങൾക്ക് രണ്ടാമത്തെ മെത്തേഡിൽ നമുക്ക് ഇങ്ങനെ പറയാം. ഈ ഇക്വേഷൻ ഒരു സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ആയിട്ട് നമുക്ക് പഠിച്ചു വെക്കാം. കാരണം ഇതിനെ നമ്മൾ ലാപ്ലേസ് യങ് ലാപ്ലേസ് ഇക്വേഷൻ എന്ന് പറയും. അതിന്റെ മോഡിഫൈഡ് വെർഷൻ ആണ് കേട്ടോ. യങ് ലാപ്ലേസ് ഇക്വേഷന്റെ മോഡിഫൈഡ് വെർഷൻ ആണ്. ഓക്കെ, ഇനി മറ്റൊരു മെത്തേഡ് ഞാൻ പറയാം. ഈ കാണുന്ന സർഫസിന് ഇങ്ങനെ ഒരു കർവേച്ചർ കിട്ടാനുള്ള കാരണം എന്താ? ഈ കർവേച്ചർ കിട്ടാനുള്ള കാരണം എന്താ? കർവേച്ചർ ഇതുപോലെ കിട്ടാനുള്ള ഒരു കാരണം, ഒരു ടിൽറ്റ് വരാനുള്ള കാരണം സർഫസ് ടെൻഷൻ ആക്ട് ചെയ്യുന്നതുകൊണ്ട് അല്ലേ. അപ്പോൾ ഈ പോയിന്റിൽ ഞാൻ സർഫസ് ടെൻഷൻ മാർക്ക് ചെയ്യാം. ഇതാണ് സർഫസ് ടെൻഷൻ. ഓക്കെ, സർഫസ് ടെൻഷൻ നമുക്ക് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ഒരു കമ്പോണന്റ് ഇങ്ങനെയും, ഓക്കെ, ഒരു കമ്പോണന്റ് ഇങ്ങനെയും, രണ്ട് കമ്പോണൻസ്. അതിൽ ഈ കമ്പോണന്റിനെ എസ് സൈൻ തീറ്റ എന്ന് പറയും, ഈ കമ്പോണന്റിനെ എസ് കോസ് തീറ്റ എന്ന് പറയാം. ഓക്കെ, എസ് സൈൻ തീറ്റയും എസ് കോസ് തീറ്റയും. ഇവിടെ എസ് സൈൻ തീറ്റ എന്ന കമ്പോണന്റ് ആണ് ഈ കാണുന്ന മെനിസ്കസിന് ഈ ഷേപ്പ് കൊടുക്കുക അല്ലെ. ഇതിനെ ഈ കാണുന്ന സർഫസിനെ മുകളിലേക്ക് ലിഫ്റ്റ് ചെയ്യുന്നത് എസ് സൈൻ തീറ്റ എന്ന് പറയുന്ന കമ്പോണന്റ്. അപ്പോൾ ചേഞ്ച് ഇൻ എസ് സൈൻ തീറ്റ, ചേഞ്ച് ഇൻ എസ് സൈൻ തീറ്റ, ചേഞ്ച് ഇൻ വെർട്ടിക്കൽ പുൾ ഞാൻ ഇവിടെ എഴുതാം. ചേഞ്ച് ഇൻ വെർട്ടിക്കൽ പുൾ, വെർട്ടിക്കൽ പുൾ എന്ന് പറയുന്നത് d/dx ഓഫ് എസ് സൈൻ തീറ്റ കേട്ടോ. ചേഞ്ച് ഇൻ വെർട്ടിക്കൽ പുൾ എന്ന് പറയുന്നത് d/dx ഓഫ് എസ് സൈൻ തീറ്റ. പക്ഷെ സ്മോൾ ആംഗിൾസിന് ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു d/dx ഓഫ് എസ് ഇൻറ്റു സൈൻ തീറ്റയെ നമുക്ക് ടാൻ തീറ്റ എന്ന് എഴുതാം. ശരിയാണോ? സ്മോൾ ആംഗിൾസിന് സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു ടാൻ തീറ്റ എന്ന് അവർ ക്വസ്റ്റിനിൽ തന്നെ പറയുന്നുണ്ട്. ഇതാ സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു ടാൻ തീറ്റ. അങ്ങനെയാണെങ്കിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു d/dx ഓഫ് എസ് ഇൻറ്റു ടാൻ തീറ്റ എന്ന് പറയുന്ന സ്ലോപ്പ് ആണ് dy/dx എന്ന് കിട്ടും. ഇത് പുറത്തേക്ക് എടുത്താൽ എസ് പുറത്തേക്ക് എടുക്കാം, കോൺസ്റ്റന്റ് ആണ് അല്ലേ. d/dx ഓഫ് dy/dx അത് d²y/dx² എന്ന് കിട്ടും. ഇതെന്താ? ഇത് ചേഞ്ച് ഇൻ വെർട്ടിക്കൽ പുള്ളാണ്. അതായത് ഈ വെർട്ടിക്കൽ പുള്ളി വരുന്ന ചേഞ്ച് ആണ് ആസ് യു ട്രാവൽ അലോങ് എക്സ് ആക്സിസ്. d/dx എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിന്റെ ഡയമെൻഷൻ നോക്കൂ. സർഫസ് ടെൻഷൻ എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ബൈ ലെങ്ത് അല്ലേ. താഴെയും ഒരു ലെങ്ത് കിടക്കുന്നില്ലേ. ഇപ്പോൾ ഫോഴ്സ് പെർ ലെങ്ത് ബൈ ലെങ്ത് എടുക്കുമ്പോൾ ലെങ്തും ചേർന്നാൽ f/l² അല്ലേ. f/l² എന്ന് പറഞ്ഞാൽ ഇത് ഏരിയ ആണ് കേട്ടോ, f/ഏരിയ. അപ്പൊ ഈ വെർട്ടിക്കൽ പുള്ള് കാരണം ഇത് മുകളിലേക്ക് പോവാ അല്ലേ, ടിൽറ്റ് കിട്ടുന്നത്.
അതിനെ ബാലൻസ് ചെയ്യുന്നത് വെയിറ്റ് ഓഫ് ദ ലിക്വിഡ് കോളമാണ്. വെയിറ്റ് ഓഫ് ദ ലിക്വിഡ് കോളം. മുകളിലേക്കുള്ള വെർട്ടിക്കൽ പുള്ളിനെ ബാലൻസ് ചെയ്യുന്നത് വെയിറ്റ് ഓഫ് ദ ലിക്വിഡ് കോളമാണ് കേട്ടോ. ആ വെയിറ്റ് ഓഫ് ദ ലിക്വിഡ് കോളം നമ്മൾ ഇങ്ങനെ എഴുതാം, പെർ ഏരിയ. ഫോഴ്സ് പെർ ഏരിയ നമുക്ക് റോ ജി വൈ എന്ന് എഴുതാം. പ്രഷർ ഈസ് ഈക്വൽ ടു റോ ജി എച്ച്. വെയിറ്റ് പെർ ഏരിയ, ഫോഴ്സ് പെർ ഏരിയ, വെയിറ്റ് പെർ ഏരിയ, പ്രഷർ റോ ജി എച്ച്. ഇത് രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്ത് നോക്കാലോ. എസ് ഇൻറ്റു ഡി സ്ക്വയർ വൈ ബൈ ഡി ടി സ്ക്വയർ ഇസ് ഈക്വൽ ടു റോ ജി വൈ എന്ന് വരും. അപ്പോൾ ഡി സ്ക്വയർ വൈ ബൈ ഡി ടി സ്ക്വയർ ഇസ് ഈക്വൽ ടു റോ ജി വൈ ബൈ എസ് എന്ന് വരും. ഇതാണ് ഫൈനൽ ആൻസർ വരിക കേട്ടോ. ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു റോ ജി വൈ ബൈ എസ്. അത് തന്നെയാണ് നമുക്ക് നേരത്തെ കിട്ടിയത്. ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ, നോട്ട് ഡി ടി സ്ക്വയർ. ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു റോ ജി ബൈ എസ്, റോ ജി വൈ ബൈ എസ് എന്ന് കിട്ടും. ഇനി ഈ രണ്ട് മെത്തേഡ് നിങ്ങൾക്ക് വർക്കൗട്ട് ആയില്ല എന്ന് വെക്കുക. ഞാൻ മൂന്നാമത്തെ മെത്തേഡ് പറയാം കേട്ടോ. നിങ്ങൾ ഈ ഓപ്ഷൻ 2ഉം ഓപ്ഷൻ 4ഉം നോക്കിക്കേ. ഓപ്ഷൻ 4 പറയുന്നത് ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് റോ ജി ബൈ എസ് ഇൻറ്റു എക്സ് എന്നാണ് അല്ലേ. ഞാനൊന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യാം കേട്ടോ. ഒന്നുകൂടി ഡിഫറൻഷിയേറ്റ് ചെയ്യാം. സെക്കൻഡ് ഡെറിവേറ്റീവ് എടുക്കുവാണേ. ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ. ഇയാൾ കോൺസ്റ്റന്റ് ആയതുകൊണ്ട് മാറില്ല. അപ്പോൾ റൂട്ട് ഓഫ് റോ ജി ബൈ എസ്. എക്സിന്റെ ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ 1 വരും. നോക്കിക്കേ, ഈ ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ 3 അല്ലേ? യെസ്. അപ്പോൾ 4th ഓപ്ഷൻ ഞാൻ എടുത്തു. ഇത് ഓപ്ഷൻ 4 ആണ് കേട്ടോ. ഓപ്ഷൻ 4 എടുത്തിട്ട് ഞാനൊന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്തപ്പോൾ എനിക്ക് എന്ത് കിട്ടി? ഓപ്ഷൻ 3 കിട്ടി. കണ്ടോ? ഓപ്ഷൻ 4 ആയി എഴുതിയിരിക്കുന്നത് ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു റൂട്ട് ഓഫ് റോ ജി ബൈ എസ് ഇൻറ്റു എക്സ്. അതിനെ ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്തപ്പോൾ എനിക്ക് ഓപ്ഷൻ 3 കിട്ടി. എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ 3ഉം 4ഉം രണ്ടല്ല, അത് രണ്ടും ഒന്നാണ് അല്ലേ? അത് രണ്ടും ഒന്നാണ്. അപ്പൊ തന്നെ മനസ്സിലാവും ഇവർ രണ്ടുപേരും ആൻസർ ആവില്ല. കാര്യം മോർ ദാൻ 1 കറക്റ്റ് ഓപ്ഷൻ ഒരിക്കലും വരില്ല. ഇതെല്ലാം സിംഗിൾ ഓപ്ഷൻ കറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് അല്ലേ? അപ്പോൾ ഇതും ശരിയാവാൻ പറ്റില്ലല്ലോ, ഒരുമിച്ച് ശരിയാവാൻ പറ്റില്ല. അതുകൊണ്ട് ഓപ്ഷൻ 3ഉം ഓപ്ഷൻ 4ഉം നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കളയാം. ഇത് രണ്ടും സെയിം ഓപ്ഷൻ തന്നെയാണ്. കാരണം നാലാമത്തെ ഓപ്ഷൻ എടുത്തു, ഞാൻ ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്തപ്പോൾ എനിക്ക് മൂന്നാമത്തെ ഓപ്ഷൻ കിട്ടി. അപ്പോൾ മൂന്നാമത്തെ നാലാമത്തെ ഓപ്ഷൻസ് സെയിം തന്നെയാണ്. അവർ എലിമിനേറ്റ് ചെയ്താൽ നമുക്ക് 50% ചാൻസ് ആയി. ഇനി ഇവർ രണ്ടുപേരിലും ഞാൻ വിശ്വസിക്കുന്നത് നിങ്ങൾ യു വുഡ് ലൈക്ക് ടു ഗോ വിത്ത് വൈ. ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു റോ ജി ബൈ എസ് ഇൻറ്റു വൈ. കാരണം വൈയിലാണ് ഇതിൽ വേരിയേഷൻ വരുന്നത്. ആ ടിൽറ്റ് കാണിക്കുന്നത് ഡി വൈ ബൈ ഡി എക്സിൽ ചേഞ്ച് വരുന്നത് വൈയിലാണ്. അതുകൊണ്ട് ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ഇസ് പ്രൊപ്പോർഷണൽ ടു വൈ ആയിരിക്കും റാദർ ദാൻ എക്സ്. അപ്പോൾ നിങ്ങളുടെ ചോയ്സ് ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു റോ ജി ബൈ എസ് ഇൻറ്റു വൈ ആയിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ആൻസറിലേക്ക് എത്താൻ പറ്റും. ഇല്ലെങ്കിൽ തന്നെ നമ്മൾ 50% ചാൻസ് ഇപ്പോൾ കട്ട് ചെയ്തു. ഇപ്പോൾ എലിമിനേഷൻ മെത്തേഡിലൂടെ നമുക്കിത് ചെയ്യാം. ഇനിയും ധാരാളം മെത്തേഡിലൂടെ ഈ ക്വസ്റ്റ്യൻസ് ചെയ്യാം. എന്നാലും തൽക്കാലം ഞാൻ ഈ 3 മെത്തേഡ് കൊണ്ട് നിർത്തുന്നു. വിൽ കം ബാക്ക് അഗെയിൻ വിത്ത് അനദർ ടോപ്പിക്. Till we meet again.